ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി മിഖാ പ്രവാചകന്റെ പുസ്തകം 6:8 വായിക്കുന്നു. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കൃപയാൽ നമുക്ക് ദൈവം രക്ഷയുടെ ദാനം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ദാനമായ രക്ഷ നമുക്ക് നൽകിയ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീതി, കരുണ, താഴ്മ എന്നിവയാണ്. മീഖാ പ്രവാചകനിലൂടെ ദൈവം തന്റെ ജനത്തിന്റെ പാപം ചിത്രീകരിക്കുന്നു. ന്യായവിധിയും യഥാസ്ഥാപനവും പ്രവചിച്ച ശേഷം ജനം മാനസാന്തരപ്പെടുവാനുള്ള അപേക്ഷ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. പാപക്ഷമയും വിടുതലും പ്രാപിച്ചൊരു വ്യക്തി എങ്ങനെ താൻ ദൈവസന്നിധിയിൽ എത്തേണ്ടു എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ഏതു തരത്തിലുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? യാഗാർപ്പണമാണോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? തന്റെ അതിക്രമത്തിന് തന്റെ ആദ്യജാതനെയും താൻ ചെയ്ത പാപത്തിന് വേണ്ടി തന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. മീഖാ പ്രവാചകൻ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ന്യായം, ദയ, താഴ്മ എന്നീ സദ്ഗുണങ്ങൾ ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും ശാസിക്കുന്നതായി നാം കാണുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിനും മറ്റുള്ളവർക്കും മുമ്പാകെ താഴ്മയോടെ നടക്കണം. നമ്മുടെ ജീവിതം നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനം അനുസരിച്ച് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.